Hello guys, welcome back to my channel. ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫും കൂർക്കയുമാണ് കേട്ടോ. സാധാരണ ഒരു രീതിക്കാണ് ഞാൻ വെക്കാറ്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കാൻ പോണത്. ഫസ്റ്റ് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ വലിയ ജീരകം കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ചതച്ച് വെക്കാം. ചതച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൈ കണക്കാണ്, എനിക്ക് തോന്നിയ മാതിരിയാണ് ഞാൻ എടുത്തേക്കണത്. എന്നാലും അത് കറക്റ്റായിട്ട് വരാറുമുണ്ട്. അപ്പോൾ എടുത്തേക്കണ സവാള ഇത് വഴന്നതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി സവാള ഇട്ട് നമ്മൾ വഴറ്റും. അപ്പോൾ അത് വഴണ്ട് വരുന്ന നേരം കൊണ്ട് ഞാൻ ഈ ചാനലിനെ പറ്റിയിട്ട് കുറച്ച് പറയാം. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2 വർഷം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് ഞാനൊരു കോഴ്സ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ക്രാഫ്റ്റ്സിലും ഫുഡിലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സാധാരണ ഉണ്ടാക്കാനുള്ളതും ട്രൈ ചെയ്യുന്ന ന്യൂ ഡിഷസും അതിൻ്റെ റെസിപ്പീസൊക്കെ ഇടാറുണ്ട്. പിന്നെ ക്രാഫ്റ്റ്സാണ് മെയിനായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണത്. അതിൻ്റെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എല്ലാം കൈ കണക്കാന്നുള്ളത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യമേ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, സാധാരണ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു 4-5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അല്ലാത്തതും ചേർക്കുന്നുണ്ട്. കാശ്മീരി ഒരു 2 ടീസ്പൂണും മറ്റേത് ഒരു 3-4 ടീസ്പൂണും ചേർക്കാനുണ്ടായിരുന്നു. എടുത്തേക്കണം ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് സാധനങ്ങളും കൂട്ടിയിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് കുറച്ച് ഒഴിക്കും. അതൊഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ട് നമുക്ക് ബീഫ് ആഡ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ബീഫ് നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പും കുരുമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. അതിനകത്ത് ഓൾറെഡി കുറച്ച് നമ്മുടെ ചൊറുക്ക ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വേവാനും പിന്നെ ഒരു പുളിപ്പ് ടേസ്റ്റ് നല്ലതായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിയിലൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചൊറുക്ക ചേർക്കാറുണ്ട്. അത് ചേർത്തിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്, അതാണ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇനി ഇത് കുറച്ച് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്ത് കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൂർക്കയും ഇതൊന്നും ആയതിന് ശേഷം ആഡ് ചെയ്യും. കൂർക്ക അല്ലാതെ സാധാരണ ബീഫിൽ ചേർക്കാറുള്ളത് കായാണ്, അല്ലാണ്ട് സെപ്പറേറ്റ് എന്നിട്ട് ബീഫ് മാത്രമായിട്ട് വെക്കാറുണ്ട്. പക്ഷേ വേറെ എന്ത് ആഡ് ചെയ്യണേക്കാളും കൂർക്ക ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ഏത് മീറ്റിൻ്റെ കൂടെ ആയാലും, അത് പോർക്കായാലും കൂർക്ക ഉണ്ടെങ്കിലാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്.